പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊതുവെ പറയാറുണ്ട്, അമേരിക്കയിൽ ജനിച്ചു വളർന്ന യുവാക്കളും നാട്ടിൽ നിന്ന് അടുത്ത കാലത്ത് വന്ന യുവാക്കളും തമ്മിൽ ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കൂട്ടർക്ക് മലയാളം സംസാരിക്കുന്നതാണ് ഇഷ്ടം, മറ്റേ കൂട്ടർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഇഷ്ടം. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള സംസ്കാരമാണ്, പെരുമാറ്റ രീതികളാണ്. ഏതാണ്ട് ഇതുപോലെ വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും ഉണ്ടായിരുന്ന രണ്ട് വിഭാഗം ആളുകൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഒരു കൂട്ടര് യെരുശലേമിൽ തന്നെ ജനിച്ചു വളർന്ന യഹൂദന്മാരാണ്. അവർ ക്രിസ്ത്യാനികളായി. അവർക്ക് ഇബ്രാഹിം ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ പുതുമയുള്ള അരമായ ഭാഷ സംസാരിക്കുന്നതിലാണ് താല്പര്യം. എന്നാൽ പ്രവാസികളായിട്ട് ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തിരിച്ചു വന്ന, പിൽക്കാലത്ത് തിരിച്ചു വന്ന ആളുകളുണ്ട്. അവർ മഹാനായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം കർത്താവിന് മുമ്പുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ലോകം മുഴുവനും ഗ്രീക്ക് ഭാഷയാണ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷുകാർ ലോകം മുഴുവനും ഇംഗ്ലീഷ് പ്രചരിപ്പിച്ചതുപോലെ, അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് വന്നതുപോലെ അങ്ങനെ അവിടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദര് ക്രൈസ്തവരായപ്പം അത് ഗ്രീക്ക് ഭാഷയുള്ള സംസ്കാരവും ഭാഷയുമായി. അപ്പൊ അതുകൊണ്ട് ആദിമസഭയില് ഈ ഗ്രീക്ക് സംസ്കാരവും എബ്രായ സംസ്കാരവും അല്ലെങ്കിൽ ഹീബ്രു ഗ്രീക്ക് ഭാഷകൾ സംസാരിക്കുന്ന ക്രൈസ്തവർ തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ ആഗമനം ഉടനെ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസമാണ് ആദിമസഭയിൽ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അവര് യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ വിറ്റ് അത് മുഴുവനും അപ്പസ്തോലന്മാരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ അവർക്ക് എല്ലാവർക്കും അവരുടെ ആവശ്യമനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു, സന്യാസ ജീവിതം പോലെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു പരാതി വന്നതാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർ പറഞ്ഞു, ഞങ്ങളുടെ വിധവകൾക്ക് ഹെബ്രായ ഭാഷ സംസാരിക്കുന്ന വിധവകൾക്ക് ലഭിക്കുന്ന തുല്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പരാതി അപ്പസ്തോലന്മാരുടെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നതിന്റെ തിരക്കിലും അത്താഴ ശുശ്രൂഷ നടത്തുന്ന തിരക്കിലുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് വേറെ ചിലരെ ഏൽപ്പിക്കാം. അങ്ങനെ നിങ്ങളിൽ തന്നെ വിശ്വാസവും സത്യവും ഒക്കെ പാലിക്കുന്ന ഏതാനും 7 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരാണ് ഡീക്കന്മാരാകുന്നത്. അവരുടെ കൈകൾ വെച്ച് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി തിരഞ്ഞെടുക്കപ്പെട്ട ആ 7 ഡീക്കന്മാരിലെ നേതാവായിരുന്നു എസ്തഫാനോസ്. അപ്പൊ അത് നമ്മളുടെ ഇപ്പോഴത്തെ മേക്കാരന്മാരും അല്ലെങ്കിൽ മറ്റ് പാരിഷ് വോളന്റിയേഴ്സും ചെയ്യുന്നത് പോലെ ഭൗതിക കാര്യങ്ങളിൽ വികാരിയെ സഹായിക്കുക എന്നതുപോലെ അപ്പസ്തോലന്മാരെ സഹായിക്കുന്ന ദൗത്യമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അത്താഴ ശുശ്രൂഷകരായിട്ടും അവര് സേവനം ചെയ്തിരുന്നു. വചന പ്രഘോഷണവും അത്താഴയിലെ സേവനങ്ങളിലും. എസ്തഫാനോസിനെ കുറിച്ച് പറയുക, അദ്ദേഹവും വഴിയായിട്ടും കർത്താവിന്റെ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണപ്പെട്ടു. വാഗ്വാദങ്ങളിൽ യഹൂദന്മാരെന്ന് കർത്താവാണ് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞാൽ ഒരു വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെ അതിജീവിക്കുവാനായിട്ട് മറ്റാർക്കും കഴിയുമായിരുന്നില്ല. കാരണം അത്രയേറെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് എതിരായിട്ട് 2 കാരണങ്ങളാലാണ് ദൈവദൂഷണ ആരോപണം ഉണ്ടായത്. ഒന്ന്, സിനഗോഗുകളിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചു. മോശയുടെ നിയമം പഴയതായി, ആ മോശയുടെ നിയമത്തിന്റെ പൂർത്തീകരണമാണ് മിശിഹ വഴി വന്നിരിക്കുന്നത്. ഈശോ എന്ന് പറയുന്നത് നമ്മൾ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതീക്ഷയോടെ കാത്തിരുന്ന മിശിഹായാണ്. അതുകൊണ്ട് പഴയ നിയമത്തിന് പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ കൂടുതൽ അനുസരിക്കേണ്ടത് ഈശോയുടെ പ്രബോധനങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് മോശയ്ക്കെതിരായിട്ട് ഇവർ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണം. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്നെ തിരസ്കരിച്ചാൽ ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലല്ല ഇനി ആരാധന നടത്തേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. അദ്ദേഹം അതിനുള്ള ന്യായീകരണം പറഞ്ഞതിലാണ്, ഈ മരുഭൂമിയിൽ 40 സംവത്സരക്കാലം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നടക്കുന്ന കാലഘട്ടം മുതലാണ് സമാഗമ കൂടാരം ഉണ്ടായത്. പിന്നീട് സോളമന്റെ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയം ഉണ്ടായി. എന്നാൽ അതിനു മുൻപ് നമ്മുടെ പിതാക്കന്മാരായിരുന്ന അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നത്, ബലിയർപ്പിച്ചിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ദൈവത്തെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി ഈ ദേവാലയം നശിപ്പിക്കപ്പെടും, എന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വാസം ഉണ്ടാകും, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാർക്ക് ഏറ്റവും അഭിമാനകരമാണ് അവരുടെ ജെറുസലേം ദേവാലയം. അവരുടെ ജെറുസലേം ദേവാലയത്തിനെതിരായും അവരുടെ പ്രമുഖ നിയമദാതാവായ മോശയ്ക്കുമെതിരായി ഇവൻ പഠിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം.
അതുകൊണ്ട് ഈ സാങ്കേതിക സംഘത്തിന് മുമ്പാകെ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ഇവിടെ സ്വതന്ത്രരുടെ സെനഗോഗിലാണ് അദ്ദേഹത്തെ കുറ്റവിചാരണ ആദ്യം കുറ്റം ആരോപിക്കുന്നത്. എന്താണ് ഈ സ്വതന്ത്രരുടെ സെനഗോഗ് എന്ന് പറയുന്നത്? സെനഗോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവക ദേവാലയം പോലെയാണ്. പല ജെറുസലേം ദേവാലയം കൂടാതെയുള്ള ധാരാളം പ്രാർത്ഥനാലയങ്ങളാണ്. അതിൽ കുറെ ആളുകൾ യഹൂദന്മാര് ഒരു കാലത്ത് റോമിലേക്ക് അടിമകളായി പോവുകയും അവിടെ നിന്ന് സ്വതന്ത്രരാവുകയും ചെയ്തപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു വ്യത്യസ്ത സംസ്കാരമായതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു സെനഗോഗ് പണിതു. അതാണ് ഈ സ്വതന്ത്രരുടെ സെനഗോഗ്. അപ്പൊ ആ യഹൂദന്മാരുടെ ഇടയിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഈ ആരോപണം ഉണ്ടാവുകയും ദൈവദൂഷണം ആരോപിച്ച് അപ്പോൾ അദ്ദേഹം സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് എപ്രകാരമാണ് പഴയകാലം മുതൽ രക്ഷകന് വേണ്ടി ഈശോയെ വരവിന് വേണ്ടി ഒരുക്കിയതെന്നും ഈ ഈശോയിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്നും ധൈര്യസമേതം അദ്ദേഹം പ്രസംഗിക്കുകയാണ്. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെ യഹൂദന്മാർക്ക് ദൈവദൂഷണം ചെയ്ത് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ. പക്ഷെ കർത്താവിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവിടെ എല്ലാം കർത്താവ് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവനെ കുരിശിൽ കൊല്ലാൻ വിധിക്കുമ്പോഴാണ് അത് യഹൂദന്മാർക്ക് അവകാശമില്ലാത്തത് കൊണ്ടാണ് പീലാത്തോസിന് മുമ്പാകെ പോയത്. ഇവിടെ അവർക്ക് കല്ലെറിഞ്ഞ് കൊല്ലാം. അപ്പൊ അതുകൊണ്ടാണ് അവർ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, അദ്ദേഹം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നത് പിതാവിന്റെ മഹത്വം കാണുന്നു, ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ആ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ മിശിഹ എഴുന്നേറ്റ് നിന്ന് അവനെ സ്വാഗതം ചെയ്യുന്നതായി കാണുകയാണ്. അത് അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യം കൊടുത്തു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത്, നമ്മളെ ലക്ഷ്യം വയ്ക്കേണ്ടത് ഈ സ്വർഗരാജ്യമാണ്. നമ്മുടെ മരണാസന്നരാകുമ്പോൾ ദൈവമേ എന്റെ ബാങ്ക് ബാലൻസ് എല്ലാം വെറുതെ പോകുമല്ലോ, എന്റെ മക്കളിനി എന്നെ കാണിക്കും, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മരണാസന്നരാകുന്ന ആളുകൾക്ക് പണ്ടുകാലം നമ്മുടെ രാമന്മാർ പറഞ്ഞു കൊടുത്തു, ഈശോ, മറിയം, യോസേപ്പേ, എന്റെ ആത്മാവിനെ കൂട്ടായിരിക്കണമേ. കാരണം അവിടെ എന്റെ ഭൗതിക കാര്യങ്ങളെ കുറിച്ചല്ല, എന്റെ മക്കളെ കുറിച്ചല്ല, എന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നുമല്ല ആകുലപ്പെടേണ്ടത്. ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത് അദ്ദേഹം ചെയ്തത്, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് എന്റെ പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ എസ്തഫാനോസ് പറയുകയാണ്, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതാണ് നമുക്ക് പറയുവാൻ സാധിക്കേണ്ടത്. മൂന്നാമത് അദ്ദേഹം പറയുകയാണ്, ഈ അപരാധം ഇവരുടെ മേൽ ചുമത്തരുതേ, ഇത് ഈശോ പറഞ്ഞ വാക്കുകളാണ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടികൾ ചെന്നാൽ എങ്ങനെ ഇരിക്കും, എല്ലാം കടിച്ചു കീറും. അതുപോലെയാണ് ഞാൻ നിങ്ങളെ, ഈ 12 അപ്പസ്തോലന്മാരെ, അവരുടെ പ്രതിനിധികളെ ഈ ജനസമൂഹത്തിലേക്ക് അയക്കുന്നത്. അവര് എന്നെ പ്രതി നിങ്ങളെ പീഡിപ്പിക്കും. പക്ഷേ നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കി കോടതിയിലൊക്കെ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. പക്ഷേ എന്ത് പറയണമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. അപ്പോൾ പറയേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു എസ്തഫാനോസിനെയാണ് നമ്മൾ അനുസ്മരിക്കുക. എന്നാൽ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുന്നവൻ എന്നാണ്. അതായത് അവസാനം മറ്റുള്ളവരെ കൊല്ലപ്പെടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ത്യാഗപൂർവമായി നമ്മുടെ മിഷണറിമാരും നമ്മുടെ വൈദികരും നമ്മുടെ പത്രാന്മാരും ഒക്കെ ശുശ്രൂഷ ചെയ്യുമ്പോഴും അൽമായിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴും അത് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ അപ്രിയ സത്യങ്ങളായിരിക്കും നമ്മൾ പറയുക. കാരണം നമ്മൾ പറയേണ്ടി വരുന്നത് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഔദ്യോഗികമായ സഭ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ, അത് പഠിപ്പിക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് അവരവരെ കുറ്റങ്ങൾ ആരോപിക്കും, ദുഷ്പ്രചരണങ്ങൾ നടത്തും, കല്ലെറിഞ്ഞു കൊല്ലുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകും. അപ്പോഴും സഭാ ശുശ്രൂഷകരെ യാതൊരു കാരണവശാലും നിരാശരാകാൻ പാടില്ല. മറിച്ച് ധൈര്യത്തോടുകൂടി പ്രത്യാശയോടുകൂടി കർത്താവിന് സാക്ഷ്യം വഹിക്കണം എന്നുള്ളത് നമ്മളെ അനുസരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭാ ശുശ്രൂഷകരെയും മിഷണറിമാരെയും ഒക്കെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ സിവിൽ കോടതികളിലൂടെ കൊണ്ടുപോയി സഭാശ്രേഷ്ഠന്മാരെ കേസ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങൾക്ക് സാക്ഷികളാകണം. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ വിശ്വാസ പരിശീലനം കൊടുക്കുകയും നമ്മുടെ സഭയുമായി യോജിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്യണം. അതുകൊണ്ട് എസ്തഫാനോസിന്റെ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ എസ്തഫാനോസിനെ പോലെ വചന പ്രഘോഷകരായി മാറണം. അത് വൈദികരുടെയും മിഷണറിമാരുടെയും മാത്രമല്ല, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് സൈവലേവർ എന്ന കൂതാശയിലൂടെ, അതിലൂടെ ക്രിസ്തുവിന്റെ ധീരപടയാളികൾ അല്ലെങ്കിൽ സാക്ഷികളാകുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്.
എസ്തഫാനോസിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി ജൈവകാരുണ്യ പ്രവർത്തനങ്ങൾ നീതിപൂർവകമായ രീതിയിൽ നടത്തി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, സാമൂഹ്യ സേവനത്തിന് നമ്മൾ താല്പര്യരായിരിക്കണം. അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. നമ്മൾ എതിർക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ ശപിക്കുകയില്ല, അവർക്ക് നാശം സംഭവിക്കണമേ എന്നല്ല, മറിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവസാനമായിട്ട് നമ്മുടെ ആത്മാക്കളെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈ ലോകത്തിലെ സഹനങ്ങൾക്കും പീഡനങ്ങൾക്കും ശേഷം സ്വർഗത്തിൽ എസ്തഫാനോസിനെ പോലെ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അവിടെ വിശുദ്ധ എസ്തഫാനോസിന്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് അദ്ദേഹത്തിനെ പോലെ ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാനുള്ള കൃപയ്ക്കായി